ഇന്ത്യ റഷ്യ വ്യാപാരത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ വാർത്ത ഇന്ത്യക്ക് 5% കൂടി വിലക്കുറവിൽ എണ്ണ തരാമെന്ന് റഷ്യ സമ്മതിച്ചു എന്നതാണ്. ഇതിനു മുമ്പ് ഡിസ്കൗണ്ട് എണ്ണയാണ് റഷ്യ ഇന്ത്യക്ക് നൽകിക്കൊണ്ടിരുന്നത്. ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധത്തിൽ തടസ്സങ്ങൾ നീക്കുമെന്ന് റഷ്യ വളരെ വ്യക്തമായി തന്നെ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു, ഇന്ത്യയിലേക്ക് തടസ്സമില്ലാതെ എണ്ണ കയറ്റുമതി ചെയ്യാനുള്ള സംവിധാനം ഒരുക്കും. ഇന്ത്യയുമായുള്ള പേയ്മെന്റ് സിസ്റ്റം മെച്ചപ്പെടുത്തും. ഇന്ത്യക്ക് 5% വിലക്കുറവ് ഉറപ്പായി നൽകും. റഷ്യൻ വിപണി ഇന്ത്യക്കായി എപ്പോഴും തുറന്നിട്ടിരിക്കുകയാണ്. ഇന്ത്യ റഷ്യ വ്യാപാരത്തിൽ തടസ്സങ്ങൾ എന്തെങ്കിലുമുണ്ടെങ്കിൽ അത് നീക്കും. ഇന്ത്യ റഷ്യ വ്യാപാരം പ്രതിവർഷം 10% വളർച്ച രേഖപ്പെടുന്ന രീതിയിലേക്ക് എത്തിക്കും. റഷ്യയുമായി വ്യാപാരം നടത്തുമ്പോൾ ഇപ്പോൾ ഇന്ത്യ ഏതൊക്കെ തരം ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് എന്ന് തങ്ങൾക്ക് വ്യക്തമായി അറിയാമെന്നാണ് റഷ്യൻ എംബസിയിലെ റോമാൻ ബാബുഷ്കിൻ പറഞ്ഞത്. ഈ ബുദ്ധിമുട്ടുകൾ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും അത് അമേരിക്കയും ട്രംപ് ഉണ്ടാക്കുന്ന താരിഫ് കൊണ്ടുള്ള ആ ബുദ്ധിമുട്ടുകൾ തന്നെയാണ്. US വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പ്രതിസന്ധി നേടുകയാണെങ്കിൽ മടിക്കേണ്ട, റഷ്യൻ വിപണി ഇന്ത്യക്ക് വേണ്ടി തുറന്നിടുമെന്നാണ് ബാബുഷ്കിൻ പറഞ്ഞത്. വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യ റഷ്യ വ്യാപാരം മെച്ചപ്പെടുത്താനാണ് ഇരു രാജ്യങ്ങളും ശ്രമിക്കുന്നത്. അതിലാരും അസൂയപ്പെടേണ്ട കാര്യവുമില്ല. അമേരിക്കയും ട്രംപും എന്താണ് ഇപ്പോൾ ചെയ്യുന്നത്? രണ്ടുപേരും ഇന്ത്യയിൽ നിന്നും ഓരോ ദിവസവും ചുട്ട മറുപടികൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ട്രംപിന്റെ വിദേശ നയ നടത്തിപ്പിനെയും റഷ്യൻ എണ്ണ വാങ്ങലിനെ കുറിച്ചുള്ള നിലപാടിനെയും രൂക്ഷമായ ഭാഷയിലാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കർ വിമർശിച്ചത്. ഇത്തവണ കൊടുത്ത അടി റഷ്യയിലെ ഇന്ത്യൻ അംബാസഡർ വിനയ് കുമാറിന്റെ വകയിട്ടാണ്. നാളത്തെ പൊങ്കാല ആഴ്വകയാണെന്ന് നാളെ അറിയാം. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയുടെ പേരിൽ തീരുവ വർധന ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ പ്രതികാര നടപടികളെ അവഗണിക്കുകയാണെന്നാണ് ഇന്ത്യ വ്യക്തമായ സൂചന ഈയൊരു നിലപാടിലൂടെ റഷ്യയിലെ ഇന്ത്യൻ അംബാസഡർ വ്യക്തതയോടെ പറഞ്ഞിരിക്കുന്നത്. കുറഞ്ഞ വിലയ്ക്ക് എവിടെ നിന്ന് എണ്ണ ലഭിച്ചാലും ഇന്ത്യ വാങ്ങുമെന്ന്, ഇന്ത്യൻ കമ്പനികൾ അത് വാങ്ങിക്കൂട്ടുമെന്ന് റഷ്യയിലെ ഇന്ത്യൻ അംബാസഡർ വിനയ് കുമാർ വ്യക്തമാക്കും. റഷ്യൻ വാർത്താ ഏജൻസിയായ ടാസ് ന്യൂസ് നൽകിയ ഒരു അഭിമുഖത്തിലാണ് അദ്ദേഹത്തിന്റെ നിലപാട്. റഷ്യൻ എണ്ണ വാങ്ങിയതിന് ഇന്ത്യക്ക് മേൽ 25% തീരുവ ചുമത്താനുള്ള അമേരിക്കൻ തീരുമാനം നീതീകരിക്കാനാകാത്തതെന്ന് റഷ്യയിൽ അദ്ദേഹം പറഞ്ഞു. അമേരിക്ക കൊണ്ട് ഇളകിയിരിക്കുകയാണ്. 3 ദിവസത്തെ സന്ദർശനത്തിനായി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങി കൂടി ഇന്ത്യയിലേക്ക് എത്തിയതോടെ ആകെ പൊല്ലാപ്പായി. ട്രംപിന് ഇളക്കവും വന്നു. ഇതിന് പിന്നാലെ പ്രതികരണവുമായി ഐക്യരാഷ്ട്രസഭയിലെ മുൻ US അംബാസഡർ നിക്കി ഹേലി വരെ ട്രംപിന് വേണ്ടി രംഗത്തിറങ്ങിയിട്ടുണ്ട്. അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഒരിക്കലും മറക്കരുതെന്നും അത് തകർച്ചയിലാണെന്ന മുന്നറിയിപ്പിന് പിന്നാലെ എത്രയും പെട്ടെന്ന് അമേരിക്കയുമായി അതൊരു പരിഹാരത്തിൽ സമവായത്തിൽ എത്തണമെന്നുമാണ് നിക്കി ഹേലി ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം പതിറ്റാണ്ടുകളുടെ ഇന്ത്യ അമേരിക്ക സൗഹൃദം തർക്കങ്ങളുടെ ഇല്ലാതാകരുതെന്ന ആവശ്യം തങ്ങൾക്കുണ്ടെന്ന് നിക്കി ഹേലി പറയുന്നു. അതിനുള്ളതടക്കം മറുപടി ഇന്ത്യക്കുണ്ട്. അപ്പോഴാണ് റഷ്യ ഇന്ത്യയെ സ്വാഗതം ചെയ്തുകൊണ്ട് വീണ്ടും ശക്തമായി രംഗത്ത് വന്നിരിക്കുന്നത്. റഷ്യയിലെ ഇന്ത്യൻ അംബാസഡർ വിനയ് കുമാർ പറയുന്നത്, രാജ്യത്തെ 140 കോടി ജനങ്ങളുടെ ഊർജ്ജ സംരക്ഷണം ഉറപ്പാക്കുകയാണ് ഇന്ത്യയുടെ പ്രഥമ ലക്ഷ്യമെന്ന്. 50% തീരുവ ഡൊണാൾഡ് ട്രംപ് ചുമത്തിയ ശേഷം ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള നടപടി ഉണ്ടാകുമെന്ന് വളരെ വ്യക്തമായി അദ്ദേഹം പറയുന്നു. ഇന്ത്യക്ക് വേണ്ടി റഷ്യയിൽ ചെന്ന് പറയുകയാണ് വിനയ് കുമാർ. റഷ്യ അടക്കമുള്ള നിരവധി രാജ്യങ്ങളുമായുള്ള പങ്കാളിത്തം എണ്ണ വിപണിയിൽ ഇന്ത്യയിൽ സുസ്ഥിരത കൊണ്ടുവരാൻ സഹായിച്ചിട്ടുണ്ട്. അത് ഇന്ത്യ മറക്കില്ല. അതുകൊണ്ട് തന്നെ US-ന്റെ ഏതൊരു തീരുമാനവും നീതീകരിക്കാനാകാത്തതാണ്. പിന്നെന്ന് പറഞ്ഞു, വ്യാപാരം എന്നത് ഇന്ത്യയുടെ അവകാശമാണ്. ഇന്ത്യൻ കമ്പനികൾ, ഇന്ത്യൻ പൊതുമേഖലാ കമ്പനികളും ഇന്ത്യൻ സ്വകാര്യ കമ്പനികളും ഇനിയും റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങും. അത് തുടരും. നിലവിലെ സാഹചര്യം അതാണെന്നും അതാണ് വ്യാപാരത്തിലെ ശരിയെന്നുമാണ് വിനയ് കുമാർ വീണ്ടും വീണ്ടും ട്രംപിനെയും അമേരിക്കയും ഓർമ്മിപ്പിക്കുന്നത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച